അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യയും അമേരിക്ക തമ്മിലുള്ള പ്രശ്നത്തിലൊരു മഞ്ഞൊരുക്കം കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഷിബിലി, ഞാൻ നേരത്തെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോകളിലും പറഞ്ഞ ഷിബിലിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഇതിനൊരു അമിക്കബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കാണേണ്ടതാണ് എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് അറിയാം. അല്ലാതെ ഇവിടുത്തെ ഉള്ള മറ്റേ സംഘപരിവാരും ഈ പറയുന്ന പോലെ ആളുകളൊക്കെ കിടന്ന് ഗോയ് വിളിക്കുന്നത് പോലെ ചില ആളുകൾ വന്നിരുന്ന് യൂട്യൂബ് വീഡിയോയിലിരുന്ന് പറയുന്നതായിട്ട് ചിരി വന്നു. നമുക്ക് യു പിയിലേക്കാൾ കുറച്ച് കൂടുതൽ പോപ്പുലേഷൻ മാത്രമേ അമേരിക്കയിലുള്ളൂ, അവരെന്ത് ചെയ്യാനാണെന്നൊക്കെയാണ് ചോദിച്ചത്. അവരെന്താ ചെയ്യാനുള്ളതെന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത്, ഇന്ത്യൻ്റെ പ്രവാസ ലോകം എന്ന് പറയുന്നത് 3.5 കോടിയോളം വരുന്ന ആളുകളാണ്. 35 മില്യണാണ്. ആ 35 മില്യണിൽ 15 മില്യൺ എന്ന് പറയുന്നത് ഏതാണ്ട് 1.5 കോടിയോളം ആളുകളെന്ന് പറയുന്നത് NRIs ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. മറ്റത് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യയാണ് 20 മില്യൺ എന്ന് പറയുന്നത്, 2 കോടിയോളം വരുന്ന ആളുകൾ. ഇവർക്കെല്ലാം വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ അമേരിക്കയായിട്ട് ഉടക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അമേരിക്കയായിട്ട് ഉടക്കാന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ, മറ്റ് രാജ്യങ്ങൾ, അമേരിക്കയുടെ സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ട് ഉടക്കിയൊന്നും മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. നമ്മൾ യഥാർത്ഥത്തിൽ കുറച്ച് ചെറുതായിട്ടുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് പോലും അമേരിക്കയോട് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, സന്ധി ചെയ്തേ പറ്റൂ. അതിൻ്റെ ചർച്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണത് വെളിവായിട്ടുള്ളത്. ഇപ്പോൾ പുറത്ത് ന്യൂസ് ഐറ്റം വന്നിട്ടുണ്ട്. ഇന്ന് ട്രംപ് എക്സ്പോസ്റ്റിൽ കുറിച്ചേക്കണത്, എക്സ്പോസ്റ്റിലല്ല, അവരുടെ സോഷ്യൽ ട്രൂത്ത് എന്ന് പറയുന്ന അയാളുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ കുറിച്ചേക്കണത്, ട്രംപ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നരേന്ദ്രമോദിയുമായിട്ട് ഞാൻ ചർച്ച നടത്തും, ഇത് അമിക്കബിളി സെറ്റിൽ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ ബന്ധവുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. അതായത് ഇത് നേരത്തെ തന്നെ ഇവിടെയുള്ള ഈ പറയുന്ന പോലെ BJPക്കാരും ഈ പറയുന്ന പോലെ ബോധമില്ലാത്ത കുറച്ച് ആളുകളൊക്കെ വന്നിട്ട്, ബോധമുള്ള BJPക്കാരും പോലും അത് പറയില്ല, അപ്പോൾ ട്രംപ് എന്നെ നമ്മളടിച്ച് താഴെയിടും, ട്രംപ് ഇന്ത്യയുടെ കാല് പിടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ 28 ട്രില്യൺ ഉള്ള ഇക്കോണമിയുള്ള ട്രംപ് ആരുടെ കാല് പിടിക്കുമെന്ന് ഈ പറഞ്ഞത്? ഈ പ്രവാസ ലോകത്തെയും അതുപോലെ ഇന്ത്യൻ IT സെക്ടറിനെയും ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് സർവീസ് സെക്ടറിലെ കയറ്റുമതിയെയും ട്രംപ് കയറി പിടിച്ചാലുണ്ടല്ലോ, ഇവിടെ തൊഴിലില്ലായ്മയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാംഗ്ലൂരും ഹൈദരാബാദും അതുപോലെ ടെക്നോ സിറ്റികളും സ്മാർട്ട് സിറ്റികളൊക്കെ പ്രേത നഗരങ്ങളായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ പറഞ്ഞതിലേക്കാണ് എത്തിക്കണത്. ഇത് കൃത്യമായിട്ട് വന്നിരിക്കുന്നു. ഇതിൽ ഇനി ഷിബിലിയോട് കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ നമുക്കറിയാത്ത ചില കാര്യങ്ങളിൽ ഇന്ത്യ ഇപ്പം തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇന്നലെ വെർച്വൽ മീറ്റിംഗ് നടന്നിരുന്നു ബ്രിക്സിൻ്റെ കാര്യത്തിൽ. നമുക്കറിയാലോ ബ്രിക്സ് എന്ന് പറയുന്നത്, നമുക്കറിയാലോ ഈ പറയുന്ന പോലെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഈ രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ യൂണിയനാണ്. ആ ബ്രിക്സ് തുടങ്ങിയത് മുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. 1 കൊല്ലം മുമ്പ് തന്നെ ഈ താരിഫുമായി ബന്ധപ്പെട്ടും അതുപോലെ നമ്മുടെ ഇന്ത്യക്കാർക്ക് പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇന്ത്യക്കാർ ഇമിഗ്രേറ്റ് ചെയ്യുന്നതുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളായതുകൊണ്ട് 1.5 കൊല്ലം മുമ്പ്, അതായത് ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാണ്. ട്രംപ് അധികാരം ഏറ്റിട്ട് തുടങ്ങിയതല്ല. കാരണം എന്ന് വെച്ചാൽ ബ്രിക്സ് ഒരു പുതിയ രൂപ ഇറക്കാൻ പോകുന്നു, നാണയം ഇറക്കാൻ പോകുന്നു, അത് ഡോളറിന് വലിയ ചേഞ്ച് ആകും, പ്രശ്നമാകും എന്നൊക്കെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ബ്രിക്സിൽ നിന്ന് ഇന്ത്യ ഏതാണ്ട് പിന്മാറുന്നു എന്ന് പറയുന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നേക്കണം. കാരണം ഈ വിർച്വൽ മീറ്റിങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുത്തിട്ടില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പങ്കെടുത്തിട്ടില്ല. അതിൽ ബ്രസീൽ പ്രസിഡൻ്റായിട്ടുള്ള ലുല, അതായത് ലൂയിസ് ഇനായോ ലുല ഡിസിൽവ എന്ന് പറയുന്ന പുതിയ അവരുടെ ബോൾസനാരോയ്ക്ക് ശേഷം വന്നിട്ടുള്ള പുതിയ പ്രസിഡൻ്റുണ്ട് ബ്രസീലിൽ. അദ്ദേഹമാണ് ഈ പറയുന്ന നാണയം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയ ഡോളറിന് പകരമായിട്ടൊരു സാധനം ഇറക്കണമെന്ന് പറഞ്ഞേക്കണത്. അത് ഇറക്കണമെന്ന് പറഞ്ഞേക്കുമ്പോൾ തന്നെ നമ്മളങ്ങനെ ഇറക്കി അമേരിക്കയെ വെല്ലുവിളിക്കും ഡോളറിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടുത്തെ കുറേ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് ഗോദി മീഡിയൊക്കെ തന്നെ ചർച്ച നടത്തിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതൊക്കെ വെറുതെ ഇരുന്നിങ്ങനെ പറയുകയാണ്. നമ്മളാകെ 3.7 ട്രില്യൺ എക്കോണമിയാണ്. നമുക്ക് വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കക്ക് കഴിയും. ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡയസ്പോറ, ഏറ്റവും വലിയ പ്രവാസ ലോകം നമ്മുടേതാണ്. അതിൽ തന്നെ 5.1 മില്യൺ, അതായത് ഏതാണ്ട് 51 ലക്ഷത്തോളം ആളുകൾ അമേരിക്കയിലാണ്. ബാക്കി കാനഡയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്കയുടെ ഏതാണ്ട് 51ാമത്തെ സ്റ്റേറ്റാണ് കാനഡ എന്ന് പറയുന്നത്. ഇങ്ങനെ അവിടെ നിന്നുള്ള ആളുകൾ മുഴുവൻ ഇങ്ങോട്ട് വരേണ്ടി വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി അവരുടെ എല്ലാവരുടെയും കൂടി ഇന്ത്യയിലേക്ക് വരുന്ന റെമിറ്റൻസ്, ലോകത്ത് തന്നെ ഏറ്റവും വലിയ റെമിറ്റൻസാണ് ഇന്ത്യക്ക് കിട്ടുന്നത്. $135 ബില്യൺ ആണ്. അപ്പോൾ $135 ബില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് യാതൊരുവിധ ബോധമില്ലാതെ വെറുതെ അങ്ങോട്ടിരുന്ന് അടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ സമയത്തൊക്കെ പോലും ഈ പറയുന്ന ഇവിടുത്തെ സംഘപരിവാർ ചാനലുകളും ഈ പറയുന്ന പോലെ മറ്റേ ജയ് വിളിക്കാൻ നടക്കുന്ന BJPക്കും അതുപോലെ RSSനൊക്കെ ജയ് വിളിക്കാൻ നടക്കുന്ന ബോധമില്ലാത്ത ആളുകളൊക്കെ ഈ റോട്ടിൽ കൂടി നടക്കുമ്പോൾ ഷിബിലെ അറിയേണ്ടത് ഇന്ത്യ ഗവൺമെൻറ് അണ്ടർഗ്രൗണ്ടിലൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. ആ ചർച്ച നടത്തിയതുകൊണ്ടാണല്ലോ ഇപ്പോൾ ട്രംപ് എന്ത് ചെയ്തേക്കണേ, അടുത്ത ആഴ്ച
ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്താതെ ഒരു സൊല്യൂഷനിലേക്ക് എത്താതെ ഒരു കാരണവശാലും ട്രംപ് എന്ത് ചെയ്യില്ല, ഇത്തരമൊരു വാചകം പറയില്ല. പിന്നെ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യ, നരേന്ദ്രമോദിയോ ഇന്ത്യൻ ഗവൺമെൻറ്റോ ഇന്ന് വരെ ട്രംപിനെതിരെ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ? 26 തവണ പുള്ളി മറ്റേ ഇതിലല്ലോ, പുള്ളിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതിയല്ലോ, പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ചർച്ച നടത്തിയത് ഞങ്ങളാണെന്നും അത് ട്രേഡിന് വിഘാതമാകുമെന്നും പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു? നമ്മളങ്ങനെ പറയാൻ കഴിയില്ല. നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ലിൻഡൻ ബി ജസ്മസ് മറ്റേ ഷിപ്പ് ടു മൗത്ത് എന്ന് പറയുന്ന ഇക്കോണമി ഉണ്ടായപ്പോൾ അന്ന് നമുക്ക് ധാന്യം കിട്ടിയില്ലെങ്കിൽ നമ്മളോട് പട്ടിണിയായി പോകും. അന്ന് നമ്മൾ പക്ഷേ നിലപാടെടുത്തു. കാരണം അന്നത്തെ ഇവിടുത്തെ 1947 ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആകെ 34 കോടി ജനസംഖ്യയുള്ളൂ ഷിബിലി. ആകെ നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇത്രയും പേര് വിദേശത്തില്ല. നമ്മളെ വലിഞ്ഞു മുറുക്കാൻ ഒരുപാട് സമ്മർദ്ദം ചെലുത്താൻ നിരവധി കാര്യങ്ങളുണ്ട്. ആ സമ്മർദ്ദം ചെലുത്തതിൻ്റെ ആദ്യ പടി കണ്ടപ്പോൾ തന്നെ നരേന്ദ്രമോദിക്കും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ മനസ്സിലായി. അതുകൊണ്ടല്ലേ നമ്മുടെ ഇവിടുത്തെ ചില മലയാളം മീഡിയയിൽ നിന്ന് പോലും ചില മാധ്യമങ്ങൾ കേൾക്കുന്ന നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞുകൊണ്ട്, ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എതിർക്കണമെന്ന് പറയുമ്പോൾ അവരെന്ത് എതിർക്കാത്തത്? എതിർക്കാൻ പറ്റില്ല ഇത്. ഇനി ബ്രിക്സിൻ്റെ നാണയം ഇറക്കിയെന്ന് വെച്ചോ, ഏറ്റവും കൂടുതൽ ഗുണകാർക്കായിരിക്കും, ചൈനക്കായിരിക്കും. അല്ലാതെ ബ്രസീലിനോ, അല്ലെ ബ്രസീലിൻ്റെ ഈ പറയുന്ന പോലെ ലുലാ ഡി സിൽവയൊക്കെ അവിടെ നിന്ന് എപ്പോൾ മാറിയെന്ന് ചോദിച്ചാൽ മതി. നേരത്തെ ബോൾസനാരോ ആയിരുന്നപ്പോൾ, ബോൾസനാരോയുടെ ബ്രസീൽ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകമായ രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ അഴിമതി നടത്തിയതിന് മുൻ പ്രസിഡന്റ് തന്നെ രാജ്യം വിട്ടു പോകുമെന്നറിയാനായിട്ട് മറ്റേ കാലിൽ ചിപ്പ് കടിക്കുന്ന മറ്റേ വളയിട്ടേക്കണ അവർ, മനസ്സിലായ? അപ്പോൾ ആ ബോൾസനാരോയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ട്രംപ്. അയാൾക്കെതിരെ നടപടി എടുക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ബ്രസീലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചൈനക്കെതിരെ എന്തുകൊണ്ടാണ് ഇപ്പോഴും അമേരിക്ക സോഫ്റ്റ് ആവുന്നത്, കുറച്ചെങ്കിലും സോഫ്റ്റ് ആവുന്നത്? ഇന്ത്യക്ക് ഏർപ്പെടുത്തി അത്രയും നികുതി ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ. എന്താ കാര്യം? കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയോട് അങ്ങനെ കയറി എന്ത് ചെയ്യേണ്ട, ഒറ്റടിക്ക് ശത്രുവാക്കേണ്ടെന്ന് അമേരിക്കക്കും അറിയാം. ചൈന കുറച്ചും കൂടി വലിയ ഇക്കോണമിയാണ്. ഇനി ഇതിന് തൊട്ട് മുമ്പ് വന്നേക്കുന്ന അടുത്ത പ്രസ്താവന എന്താണെന്നറിയാമോ? ആ പ്രസ്താവന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ടാക്സ് കൂട്ടണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ട്രംപ് ആവശ്യപ്പെട്ടേക്കാണ്. ഇനി ഇത് കൂടാതെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ പോലെ പ്രവാസികൾ, അതായത് മറ്റേ കാനഡയിൽ ഇപ്പോൾ ഈ 13-ാം തീയതി പ്രക്ഷോഭമാണല്ലോ, റാലിയാണല്ലോ. ആർക്കെതിരെ? മൈഗ്രൻസിനെതിരെ. അപ്പോൾ അവരെയൊക്കെ തട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞ് ഈ ലോകം മുഴുവൻ പ്രക്ഷോഭം ഉണ്ടായുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഷിബിലി. ഇത് കൂടാതെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ചില ഫ്ലൈറ്റുകൾ, ആ ഫ്ലൈറ്റുകളിലുള്ള റൂട്ടുകളിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്കക്ക് പറ്റും. അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? കാനഡയിൽ എത്തേണ്ടവൻ 4 ദിവസം കൊണ്ട് എത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ അവൻ്റെ ഭക്ഷണത്തിൽ, അവൻ്റെ അരി മേടിക്കുന്ന കാര്യങ്ങളിൽ വലിയ പ്രശ്നമുണ്ടാക്കും. ഇതൊന്നും അറിയാതെ പേപ്പറിടുന്ന ഈ പറഞ്ഞ പോലെ സംഖ്യകൾക്ക് പോലും പ്രശ്നം ഉണ്ടാക്കും. കാരണം പേപ്പർ ആളുകൾ മേടിക്കാതെ പോവും സാമ്പത്തിക മാന്ദ്യം വന്ന്. പിന്നെ അമേരിക്കക്കും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അമേരിക്കയ്ക്ക് അത് അതിജീവിക്കാൻ പറ്റുന്ന നിലനിൽപ്പ് അവനുണ്ട്, കെൽപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ചർച്ച നടക്കുമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ചർച്ച നടക്കുന്നു. ഇപ്പോൾ അടുത്ത ആഴ്ച മിക്കവാറും നരേന്ദ്രമോദിയും ട്രംപുമായിട്ട് കൂടി ചേരുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ബ്രിക്സിൽ നിന്ന് ഒരുപക്ഷെ കുറച്ചൊന്ന് വലിഞ്ഞു നിൽക്കാൻ തീരുമാനിക്കുകയോ നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഷിബിലി? ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ആവശ്യം കൂടുതൽ നമ്മുടേതാണ്, ഒരു സംശയ കാര്യത്തിലില്ല.